ടി.പി. രക്തസാക്ഷിയായിട്ട് 14 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അതൊരു യാദൃശ്ചികതയെന്നോണം ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് വിധി കൂടി വരികയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് ടി.പി. ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരു പാർട്ടിയുടെ CPM-ന്റെ അങ്ങേയറ്റത്തെ നയവ്യതിയാനങ്ങൾക്കെതിരെ അതിശക്തമായി കലഹിച്ചാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. അതിനുശേഷം ടി.പി.യെ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുള്ള വളരെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവസാനം ടി.പി.യെ 51 വെട്ടി ഇല്ലാതാക്കി, ക്രൂരമായി കൊല ചെയ്തു. പക്ഷേ അതിനുശേഷവും ആ ഒരു രാഷ്ട്രീയം അവസാനിച്ചില്ല. ആ രാഷ്ട്രീയം കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് നിരവധി ആളുകൾ, അതിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ MLA, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പാർട്ടിക്ക് പുറത്തു വന്ന് വിമത ശബ്ദങ്ങളായി വരുന്നു, മത്സരിക്കുന്നു. അപ്പം വലിയ പൊട്ടിത്തെറി ഒരു പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് വളരെ കൃത്യമായി അന്ന് പറഞ്ഞ രാഷ്ട്രീയം പ്രസക്തമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിച്ചു. ഇപ്പം May 4 റിസൾട്ട് വരുമ്പോൾ അത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പം അതൊരു കാവ്യനീതിയാണ്. അത് ടി.പി.യുടെ ഘാതകർക്ക് കിട്ടുന്ന ഏറ്റവും കനത്ത പ്രഹരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ കൊന്നു തള്ളുന്ന ഒരു രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും വെച്ചു കുറിപ്പിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ജനം തീരുമാനിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന രാഷ്ട്രീയം.